ഇവിടെ ഒരു ചെറിയ സീൻ ഉണ്ട്. എന്താ അറിയോ, എനിക്കൊരു റാൻസം വെയർ കയറി. റാൻസം വെയർ കയറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫയൽസ് എല്ലാം തന്നെ അവരൊരു ഫോമാറ്റിലേക്ക് മാറ്റി. അല്ല, ഫയലുണ്ട്, ഫയൽ എൻ്റെ സിസ്റ്റത്തിലുണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല ഫയലിന്. പക്ഷെ അത് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. പറ്റത്തില്ല, ഒരു വഴിയില്ല. എടാ, അത് അധിക സമയം എടുത്തില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു 1 മിനിറ്റ് താഴെ ടൈം കൊണ്ട് സംഭവിച്ചത്. നിനക്കറിയാവുന്ന ഒരു വഴിയില്ല ഇത് അഴിക്കാൻ. എന്റെ പൊന്ന്, എനിക്ക് ഇങ്ങനത്തെ പണി എപ്പോഴും കിട്ടുന്ന. ഇന്നാൾ ഓർക്കണില്ല എൻ്റെ ഹാർഡ് ഡിസ്ക് പോയത്. ഞാൻ ഓൺലൈനൊക്കെ നോക്കിയിട്ടൊന്നും ഒരു മാർഗം കാണുന്നു. എനിക്കാണ് എന്തോരം ഫയൽസ് ഉണ്ടെന്ന് പറയാം. എൻ്റെ മൊത്തം വർക്കും ഇപ്പൊ റീസെന്റ് യൂട്യൂബിന് വേണ്ടി ചെയ്ത് വെച്ച ഒരുപാട് ഫയൽസ് ഉണ്ട്. എല്ലാം പോയി. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു പണി കിട്ടല്ലേ ദൈവമേ എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. പല വീഡിയോസിലും പല സന്തോഷ വാർത്തയുമായിട്ട് അല്ലെങ്കിൽ പല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഭയങ്കര സാഡായിട്ട് എന്നെ തകർത്ത് കളഞ്ഞ ഒരു സംഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്കൊരു വലിയ പണി കിട്ടി. ഞാൻ എൻ്റെ ഫയൽസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലൂറലൈസ് എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയോ ഒരു വൈറസ് എൻ്റെ സിസ്റ്റത്തിൽ വരികയും ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ വർക്കുകളും അടങ്ങുന്ന ഫയൽസ് എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതുവരെ ചെയ്തതെന്ന് പറയുമ്പം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും യൂട്യൂബും അങ്ങനെ എല്ലാം, ഞാൻ എൻ്റെ ഡിസൈൻസ്, എൻ്റെ ക്ലയൻസിന് വേണ്ടി ചെയ്ത വർക്ക്, എൻ്റെ ഓഫീസിലെ വർക്ക്, അങ്ങനെ എൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ടായിരുന്ന ഏകദേശം 2 TB മേലെ സൈസ് വരുന്ന എല്ലാ ഫയൽസും, അതിൽ യൂട്യൂബിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിരുന്ന ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്ന ഏകദേശം 10ഓളം വീഡിയോസ്, എഡിറ്റ് ചെയ്ത ഒരു 8 വീഡിയോസും എഡിറ്റ് ചെയ്യാത്ത ഒരു 2 വീഡിയോസും അടക്കം, എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ഇതുവരെയുള്ള എൻ്റെ എല്ലാ വർക്കുകളും അടക്കം, അങ്ങനെ എല്ലാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയതൊരു നെഗറ്റീവ് നോട്ടിലാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് തോന്നുന്നു ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അയാൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം ഇതായിരിക്കും. അത് ഒരു ഡിസൈനർ ആണെങ്കിലും ഫോട്ടോഗ്രാഫർ ആണെങ്കിലും വീഡിയോഗ്രാഫർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഒക്കെ അയാളുടെ ഫയൽസ് എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നതായിരിക്കും അയാളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം. ഇത് സംഭവിച്ചിട്ട് ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ആ ഒരു ഹൃദയമിടിപ്പ് മാറിയിട്ടില്ല, ഇപ്പോഴും എൻ്റെ ഒരു വിറയിൽ മാറിയിട്ടില്ല. കാരണം അതുപോലെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ എല്ലാ ഫയൽസും നഷ്ടപ്പെടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 6 മാസത്തോളം മുമ്പാണ് എനിക്കിതുപോലെ മറ്റൊരു ഹാർഡ് ഡിസ്കിൻ്റെ ഫിസിക്കൽ എറർ കാരണം അതൊരു ഹാർഡ് ഡിസ്ക് താഴെ വീണിട്ട് ഫിസിക്കലി ഹാർഡ് ഡിസ്കിന് ഡാമേജ് സംഭവിച്ചിട്ട് എൻ്റെ ഒരുപാട് ഫയൽസ് നഷ്ടപ്പെട്ടത്. അതിനുശേഷമാണ് ഞാൻ ആക്ച്വലി അല്പം കൂടെ റഗ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ വാട്ടർ പ്രൂഫൊക്കെ ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളിലേക്കും പിന്നെ ഓൺലൈൻ ബാക്കപ്പുകളിലേക്കൊക്കെ എൻ്റെ ഫയൽസ് കുറേയൊക്കെ മാറ്റാൻ തുടങ്ങിയത്. ഇപ്പോൾ ദാ വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് വെറും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾ കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പ്ലൂറലൈസ് എന്നൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യും, അത് ചെയ്യുന്നതിനിടയ്ക്ക് എങ്ങനെയോ ഈ റാൻസം വെയർ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവുകയുമായിരുന്നു. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി കുറച്ചൊരു സെക്കൻഡുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെയുള്ള ടൈമുകൾ കൊണ്ട് തന്നെ എനിക്ക് എന്തോ പന്തികേടൊക്കെ തോന്നി. കാരണം ഞാൻ ഇതിനെപ്പറ്റി റാൻസം വെയറിനെ പറ്റിയൊക്കെ മുമ്പ് വായിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് തോന്നിയപ്പോഴേ ഞാൻ പോയി റാൻസം വെയറിൻ്റെ ടാസ്കുകൾ ഡിലീറ്റ് ചെയ്യും, അതിൻ്റെ ഷെഡ്യൂൾഡ് ടാസ്ക് ഉണ്ടായിരുന്നത് കളയുകയും നെറ്റ് ഡിസ്കണക്ട് ചെയ്യും. അങ്ങനെ അപ്പോഴത്തെ ആ ഒരു ആവേശത്തിൽ ചെയ്യാവുന്ന എന്തൊക്കെയോ ചെയ്യുകയൊക്കെ ചെയ്തു. എങ്കിലും ആ ഒരു മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് അവർ എൻ്റെ എല്ലാ ഫയൽസും എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ആ ഫയൽസ് എല്ലാം എൻ്റെ സിസ്റ്റത്തിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹാർഡ് ഡിസ്കിൽ തന്നെ ആ ഫയൽസുകളെല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതെനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം ഒരു .gujD എന്നൊരു ഫോമാറ്റിലേക്ക് മാറി. അപ്പം ആ ഫോമാറ്റിൽ അവർ എൻ്റെ ഫയൽ എന്തോ ഒരു വലിയ പാസ്വേഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ എല്ലാ ഫയൽസും എൻക്രിപ്റ്റ് ചെയ്തിട്ട് എൻ്റെ എല്ലാ ഫോൾഡറുകളിലും അവരൊരു റാൻസം നോട്ട് കൂടി വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര രൂപ ഞാൻ ബിറ്റ് കോയിൻസ് ആയിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ അവരെനിക്ക് എൻ്റെ ഫയൽസ് റിക്കവർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ അയച്ചു തരും എന്നാണ് ആ റാൻസം നോട്ടിൻ്റെ സാരം. ഈ കിടക്കുന്ന എല്ലാ ഫോൾഡേഴ്സിലും ഇതാ ഒരു റീഡ്മി എന്നൊരു ഫയലുണ്ടോ, ആ റീഡ്മി എന്നുള്ള ഫയലാണ് അവർ വെച്ചിരിക്കുന്ന റാൻസം നോട്ട്. അതിലവർ പറഞ്ഞുകൊണ്ട് അറ്റൻഷൻ കണ്ടോ, ഡോണ്ട് വറി, യു ക്യാൻ റിട്ടേൺ ഓൾ യുവർ ഫയൽസ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത്ര ശതമാനം ഓഫർ കൂടി, എനിക്കൊരു ഓഫർ കൂടി തന്നിട്ടുണ്ട് കേട്ടോ അവർ. $980 ബിറ്റ് കോയിനാണ് ശരിക്കും കൊടുക്കേണ്ടത്. പകരം 50% ഓഫറിൽ $490
ഡോളേഴ്സിൻ്റെ ബിറ്റ് കോയിൻ ഇപ്പോഴാണെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഈ ഇമെയിൽ ഐ ഡിയിലാണ് ഞാൻ മെയിൽ അയച്ച് നോക്കിയത്. അപ്പോൾ അവർ എന്താ റാൻസം തന്നില്ലെങ്കിൽ വലിയ സീനാണെന്നൊരു സംഭവത്തിലാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു ഫയൽ, എൻ്റെ ഒരു വീഡിയോ ഫയലാണ്, ഒരു MP4 ഫയലാണ്. അത് പക്ഷേ അതിൻ്റെ മൗസ് അവിടെ മേലെ വരുമ്പോൾ കണ്ടോ, ഫയൽ ടൈപ്പിൽ GUJD ഫയൽ എന്നൊരു ഫയലായിട്ട് അതിനെ അവർ മാറ്റി. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യില്ല, അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും, ഒരു എററായിട്ട് നിൽക്കും. എന്നിട്ട് MP4.GUJD എന്നുള്ളൊരു ഫയലായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യാത്തൊരു ഫയലായിട്ട് അവരതിനെ മാറ്റി. ഇത് തന്നെയാണ് എൻ്റെ എല്ലാ ഫോൾഡേഴ്സിലും സംഭവിച്ചേക്കുന്നത്. എല്ലാ ഫയൽസും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഫയൽസിനും ഇതേ പ്രശ്നം തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി എടുത്ത ഒരുപാട് ഫയൽസ് ഉണ്ട്. അതുപോലെ റീൽസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ വീഡിയോഗ്രാഫിയിലോട്ട് പോയാൽ ഇതെല്ലാം, അതുപോലെ വ്ളോഗിൽ ഇതെല്ലാം യൂട്യൂബിന് വേണ്ടി ചെയ്ത് വെച്ചിരുന്ന വീഡിയോസാണ്. അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ബാക്കി എല്ലാ വീഡിയോസും, ഈ 24 വീഡിയോസിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ വീഡിയോസും എനിക്ക് ആക്ച്വലി നഷ്ടപ്പെട്ടു. ഇതെല്ലാം അങ്ങനെ ഈ കാണുന്നതെല്ലാം സത്യത്തിൽ എല്ലാ ഫയൽസും എൻ്റെ ഈ ഹാർഡ് ഡിസ്ക്, ഇത് 4 TB ഹാർഡ് ഡിസ്ക്കാണ്. അതിലേറെക്കുറെ പകുതിയോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പകുതിയോളം യൂസ് ചെയ്ത മൊത്തം ഫയൽസും, ആ 2 TB ഫയൽസും സത്യത്തിൽ അവർ എൻക്രിപ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇത് സംഭവിച്ചതിന് ശേഷം ഞാൻ ആക്ച്വലി അവരുടെ ഒരു ഇമെയിൽ ഐ ഡിയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ റാൻസം നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമെയിൽ ഐ ഡിയിലേക്കൊക്കെ ഇമെയിൽ അയച്ച് നോക്കി ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അവർ വളരെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പൈസ ഇല്ലെങ്കിൽ ഫയൽസ് എല്ലാം കളയും എന്നൊരു രീതിയിലൊക്കെയാണ് സംസാരിച്ചത് നമുക്ക് റിപ്ലൈ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാനത് അധികം കണ്ടിന്യൂ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളവരെ അധികം പ്രൊവോക്ക് ചെയ്തിട്ട് ഇനി അഥവാ അവർക്ക് നമ്മുടെ മറ്റ് ഓൺലൈൻ എന്തെങ്കിലും സംഭവങ്ങളിലൂടെ അവർ ഹാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പണി കിട്ടുമെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അവസ്ഥ പോലെ, പിന്നെ വെള്ളം കണ്ടാൽ പേടിയാവുന്ന ഒരു പൂച്ചയുടെ അവസ്ഥ പോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിന്നില്ല, അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ തീരുമാനം എടുത്തു. അതുപോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവർക്ക് അവരുടെ റാൻസം കൊടുക്കില്ല എന്നും തീരുമാനിച്ചു. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലൊരവസ്ഥ വരികയോ അല്ലെങ്കിൽ ഇതുപോലൊരവസ്ഥ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. ഉറപ്പായിട്ടും കമൻസിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ഈ ഫയൽസ് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ അറിയാമെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. പക്ഷെ ഇതിനു വേണ്ടി അവർക്ക് പൈസ കൊടുത്ത് റാൻസം കൊടുത്ത് എൻ്റെ ഫയൽസ് ഡീക്രിപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു വളരെ അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് എത്ര വലിയ നഷ്ടം സംഭവിച്ചാലും അതിന് പകരമായിട്ട് അവർക്ക് ഈ റാൻസം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റാൻസം കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാനത് ചെയ്യില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ മറക്കേണ്ടി വരും. വീണ്ടും 0 നിന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു എത്തിക്കൽ ഡിലേമയിലാണ് ഞാനിപ്പോൾ. അത് പൈസ കൊടുക്കണോ വേണ്ടെന്ന് പലവട്ടം ഞാൻ ആക്ച്വലി ആലോചിച്ചു. പക്ഷേ ഇതുപോലൊരു സംഭവം ചെയ്യുന്ന, ഇതുപോലെ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആർട്ടിസ്റ്റുകളെ അവരെ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ഒരാളെ ഒരു രീതിയിലും അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് ഈ പൈസ കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. നഷ്ടപ്പെടുന്ന ഫയൽസ് നഷ്ടപ്പെടട്ടെ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഇനി 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എല്ലാം ആദ്യം തൊട്ട് തുടങ്ങാം. അത് എൻ്റെ ഫോട്ടോഗ്രാഫി ആണെങ്കിലും എൻ്റെ മറ്റു വർക്കുകളാണെങ്കിലും അതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഇതുവരെ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് യൂട്യൂബൊക്കെ ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു റീസൺ തന്നെ സത്യം പറഞ്ഞാൽ കുറേ വീഡിയോസ് എടുത്ത് അതെല്ലാം എഡിറ്റ് ചെയ്ത് ഒരു ബാക്കപ്പ് പോലെ കുറച്ചെണ്ണം കീപ്പ് ചെയ്തിരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി അത് ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എല്ലാ ദിവസവും ചെയ്യുന്ന ഫയൽസ് മാത്രമായിരിക്കാം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഡിലേ ഒക്കെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതെല്ലാം ഒരു വ്യക്തി പറഞ്ഞ എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് വേണേ പറയാം. കാരണം നോ വൺ എൽസ് ഈസ് ടു ബ്ലെയിം. കാരണം എന്താ വെച്ചാൽ എൻ്റെ തന്നെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച മുമ്പുള്ള വീഡിയോയിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബാഡ് ഹാബിറ്റ്സ് എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ബാക്കപ്പ് ചെയ്യാത്തത് ആണ് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ്സിലൊന്ന്. അത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെയായിരുന്നു. അന്ന് എൻ്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ട എക്സ്പീരിയൻസിൽ നിന്നാണ്
ഞാൻ നിങ്ങളോട് ഒന്നിലധികം ബാക്കപ്പ് നിങ്ങളുടെ ഫയൽസിൽ വെക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ തന്നെ അഡ്വൈസ് ഞാൻ കേട്ടില്ല. എൻ്റെ ഫയൽസിന് രണ്ടാമതൊരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബാക്കപ്പ് ഞാൻ ചെയ്തില്ല. അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ ഫോൾട്ട് സംഭവിച്ചത്. ഇത്രയും അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ആ അഡ്വൈസ് വീണ്ടും പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഫയൽസ്, അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫയൽസ് ഉറപ്പായിട്ട് നിങ്ങൾ ബാക്കപ്പ് ചെയ്യണം. അത് ഓൺലൈനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഹാർഡ് ഡിസ്കിലേക്കോ എങ്ങനെയാണെങ്കിലും ഒന്നിലധികം കോപ്പി നിങ്ങളുടെ ഫയൽസിന് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചേക്കാം. അതുമാത്രമല്ല, നിങ്ങളുടെ ഓൺലൈനിൽ നിന്ന് സോഫ്റ്റ്വെയർസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. എനിക്ക് സംഭവിച്ചത് പ്ലൂറലൈസ് എന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒരു ട്രയൽ വേർഷൻ അവരുടെ ഒറിജിനൽ സൈറ്റിൽ നിന്നും കിട്ടാതെ വരികയും അപ്പോൾ അതേ ട്രയൽ വേർഷൻ മറ്റൊരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അല്ലാതെ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സർവീസിൽ നിന്നോ ഒന്നും തന്നെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫയൽസ് നഷ്ടപ്പെട്ടാൽ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. യു ആർ ബാക്ക് ടു സീറോ. ഇപ്പോൾ എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ഈ ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണിത്. നിങ്ങളുടെ ഫയൽസ് പ്രോപ്പറായിട്ട് ബാക്കപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു തേർഡ് പാർട്ടി സർവീസിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒറിജിനൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. എങ്ങനെയാണ് എൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ വിൻഡോസ് ഡിഫൻഡർ ഒറിജിനൽ കിടപ്പുണ്ട്, പക്ഷെ എങ്ങനെയാണ് ആ വിൻഡോസ് ഡിഫൻഡറിൽ ഇത് പിടിക്കാതെ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇത് വന്നത് എന്ന് സത്യത്തിൽ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുവിടാം. എന്തായാലും എനിക്ക് പറ്റിയ ഈ അബദ്ധം അത് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാ ഫയൽസും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. പക്ഷെ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ എനിക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയോടുകൂടി അല്ലെങ്കിൽ പുതിയ വർക്കുകൾ ചെയ്യാനും അത് ഒരുപാട് ആവേശത്തോടു കൂടി വീണ്ടും ചെയ്ത് ഇതുപോലെ എൻ്റെ സിസ്റ്റത്തിലേക്ക് നിറയ്ക്കാനും ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പെയിൻ നമ്മളെ വിട്ടു പോകില്ല അല്ലേ? പക്ഷെ അതിൽ നമ്മൾ മുങ്ങിപ്പോവാതെ കൂടുതൽ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് അതിനുവേണ്ടിയുള്ളതായിരിക്കും. എനിക്ക് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചെടുക്കാൻ പറ്റുന്ന പോലെ, എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ ഫയൽസും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയതൊരു നെഗറ്റീവ് നോട്ടിലാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ആർക്കും ഇതുപോലൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരമായി മാറട്ടെ എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.